ഹരിയും നമ്മളെല്ലാവരും നമ്മുടെ ഗുരുക്കന്മാരെ തൊഴുതുകൊണ്ട് ഇന്നത്തെ ഭൗതികിലേക്ക് കടക്കാം. മഹാരാജ രഞ്ജിത് സിംഗ് ഗണ യോഗ ബന്ധുക്കളുടെ പേരിലും എൻ്റെ പേരിലും SPYSSന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാ യോഗ ബന്ധുക്കൾക്കും സ്വാഗതം. മഹാരാജ രഞ്ജിത് സിംഗ് ജനനം 1780, പിതാവ് മഹാസിംഗ്, അമ്മ രാജ്കോർ. ഗുഞ്ജറൻവാല എന്ന സ്ഥലത്താണ് ജനനം. അത് ഇന്നത്തെ പാകിസ്ഥാനിലാണ്. അന്ന് പഞ്ചാബ് റീജിയൻ പഞ്ചാബ് പ്രോവിൻസ് എന്ന് അറിയപ്പെട്ടിരുന്നു. ഇവര് ജാട്ട് വംശാവഴിയിനരാണ്. ഇവര് കൃഷിക്കാരാണ് മെയിൻലി. സോ ഇവര് ഈ കുടുംബം ഒരു ജമീന്ദാർ കുടുംബമായിരുന്നു. ഇവർക്ക് പേര് വന്നിട്ട് മഹാരാജാവിന്റെ പേര് ആദ്യം ബുദ്ധ സിംഗ് എന്നാണ് വെക്കുന്നത്. പൂർവികരുടെ പേരാണ് അത്. പക്ഷെ ആദ്യമായിട്ട് ഈ കുടുംബത്തിൽ ഈ കുട്ടിക്ക് അമൃത് സഞ്ചാർ ചെയ്യുന്നു. അമൃത് സഞ്ചാർ എന്ന് പറഞ്ഞാല് സിഖിസത്തിലെ ദീക്ഷയാണ്. സോ അങ്ങനെ അപ്പൊ സിഖിസത്തിനെ കുറിച്ച് ഒന്ന് പെട്ടെന്ന് നോക്കാം. സോ നമുക്ക് ഭാരതത്തിലെ ഭക്തി മൂവ്മെന്റ് എന്ന് ഉണ്ടായിരുന്നു. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് നമുക്ക് ഭഗവാൻ ആദിശങ്കരാചാര്യ തൊട്ട് രാമാനുജാചാര്യ തൊട്ട് കുറെ ഗുരുക്കന്മാരുണ്ടായിരുന്നു. സോ ഈ സിഖിസം എന്ന് പറയുന്നത് 1469 ഗുരു നാനക് ജി വരുന്നതും സിഖിസം നമുക്ക് കൊടുക്കുന്നതും. സോ അത് വളരെ സ്പിരിച്വലായ ഒരു റിലിജൻ ആയിരുന്നു. സോ നമ്മളിപ്പം നോക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ ഏറ്റവും നോർത്ത് ആൻഡ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ എന്ന് പറയും. സോ അവിടെ എന്താന്ന് വെച്ചാൽ അതിന് അപ്പുറമുള്ളവര് അഫ്ഗാൻസ് ആയിരുന്നു. സോ പിന്നെ അല്ലാതെ കുറെ മുഗലായരും ഉണ്ടായിരുന്നു. സോ ആ സമയത്ത് ഈ ഭക്തി മൂവ്മെന്റ് വരാൻ തന്നെ കാരണം റിലീജിയസ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മതത്തിലോട്ട് വരിക അല്ലെങ്കിൽ അവരെ കൊല്ലപ്പെടുത്തും എന്നുള്ള ഒരു രീതിയായിരുന്നു. സോ സിഖിസം തുടങ്ങിയ സമയത്ത് ഗുരുനാനക് ജി പറഞ്ഞു, പിന്നെ ഇനി ഇതിൽ ഒരു മാർഷ്യൽ എലിമെന്റും നമുക്ക് കൊണ്ടുവരണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സുരക്ഷയ്ക്ക് മാത്രമല്ല നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരുടെയും സുരക്ഷ വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട്. സോ അതുകൊണ്ട് അങ്ങനെയാണ് ഒരു മാർഷ്യൽ എലിമെന്റ് വരുന്നത്. 10 ഗുരുക്കളാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഹിസ്റ്ററി ബുക്സിൽ വളരെ വിശേഷമായിട്ട് എഴുതിയിട്ടുള്ള ഈ മുഗലായ രാജാക്കന്മാര് അവരാണ് വളരെ ഉപദ്രവം കൊടുത്തിരുന്നത്. സോ ഈവൻ ഈ ഫോളോവേഴ്സ് മാത്രമല്ല 3 ഗുരുക്കന്മാരെയാണ് അവർ കൊല്ലുന്നത്. നമ്മള് വായിച്ചിട്ടുള്ള ജഹാംഗീർ, ഗുരു അർജൻ സിംഗ് അവരെ എന്ന ഗുരുവിനെ കൊല്ലുന്നു. പിന്നെ 9ാമത്തെ ഗുരുവായ ഗുരു തേഗ് ബഹദൂറിനെ കൊല്ലുന്നു. ഔറംഗസീബ്. പിന്നെ നമുക്ക് ഗുരു ഗോബിന്ദ് സിംഗിന്റെ കാര്യം അറിയാം. അവർ മാത്രമല്ല അവരുടെ 4 കുട്ടികളെയുമാണ് കൊല്ലുന്നത്. ഹരിദ്വാർ ഋഷികേശ് പോണവര് ദേഹ്റാദൂൺ വഴി പോകുവാണെങ്കിൽ അവിടെ പോണ്ട സാഹിബ്, അതായത് ഗുരുദ്വാര, ഗുരു ഗോബിന്ദ് സിംഗിന്റെ ഗുരുദ്വാര യമുന നദി തീരത്തുണ്ട്. അവിടെ പോണം. ഗുരു ഗോബിന്ദ് സിംഗ് ആണ് ഈ ഖൽസ ഉണ്ടാക്കുന്നത്. ഖൽസ എന്ന് പറഞ്ഞാല് ഇങ്ങനെ ദീക്ഷ അമൃത് സഞ്ചാർ കൊടുത്ത് ഈ ഒരു വിളി വന്നാല് ഈ നമ്മുടെ ജീവൻ തുല്യമായിട്ട് കരുതിയിട്ട് മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനായിട്ട് അങ്ങനത്തെ ഒരു ഫോഴ്സ്, ഖൽസ എന്ന ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ അതിലാണ് ആദ്യമായിട്ട് രാജ രഞ്ജിത് സിംഗിന് അവരുടെ കുടുംബത്തിൽ അവര് കൊടുക്കുന്നത്. പിന്നെ നമുക്കറിയാം പഞ്ച്കാര ഇവർക്ക് വളരെ പ്രാധാന്യം. കേശ്, പിന്നെ കോമ്പ് വൃത്തിയായിട്ടിരിക്കാനായിട്ട്, പിന്നെ വള ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ സുരക്ഷ എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. പിന്നെ തോക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് തോക്ക് ഉപയോഗിക്കുന്നത് തെറ്റല്ല എന്നുള്ളതും അവരുടെ ഒരു രീതിയായിരുന്നു. പിന്നെ എല്ലാം ദൈവത്തിനാണ്, എന്തെങ്കിലും ഒരു ജയം നേടിയാൽ അത് ദൈവത്തിന് ഉള്ളതാണ് എന്നുള്ളതാണ് അവരുടെ ഫിലോസഫി. പിന്നെ ഗുരു ഗോബിന്ദ് സിംഗ് പറയണത് ഇനി നമുക്ക് മനുഷ്യരായിട്ടുള്ള ഗുരുക്കൾ വേണ്ട, നമുക്ക് ഗ്രന്ഥമുണ്ട്, ഗുരു ഗ്രന്ഥ് സാഹിബ്, അപ്പൊ അതിനെ തൊഴുതാ മതി എന്ന് പറയുന്നു. സോ ഇന്ന് ഗുരുദ്വാരയിൽ നമ്മൾ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവര് ഗുരു ഗ്രന്ഥ് സാഹിബിനെ വെച്ചിട്ട് തൊഴുന്നതാണ് കാണാൻ പറ്റുന്നത്. സോ ഈ എല്ലാ വാക്കുകളും മഹാരാജ രഞ്ജിത് സിംഗ് അങ്ങനെ അവസാനത്തെ നിമിഷം വരെ പാലിച്ചാണ് അങ്ങനെ ഒരു നല്ലൊരു സാമ്രാജ്യം നടത്തി പോയത്. 18ാം സെഞ്ചുറി ഭാരതം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ പ്രശ്നമുള്ള സമയമായിരുന്നു. തീരെ സമാധാനമില്ല മനുഷ്യർക്ക്. എല്ലാ തരത്തിലും ഇൻവേഷൻസ്, അഫ്ഗാൻസ്, മുഗല്, പിന്നെ എല്ലാവരും തമ്മിൽ, പിന്നെ ഉള്ളവര് ആ സ്ഥലത്ത് ഉള്ളവര് തന്നെ ഈ എല്ലാം ജമീന്ദാറായിരുന്നു. അവര് തമ്മിലുള്ള വഴക്കുകൾ നമ്മൾ ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് എന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അതിൽ 2 ലക്ഷം ആൾക്കാരാണ് കൊല്ലപ്പെടുന്നത്. പിന്നീട് ഈ ഖൈബർ പാസ്
ഇതാണ് ഖൈബർ പാസ്. ഇത് അവർക്ക് ഇങ്ങനെ എളുപ്പം വരാനുള്ള വഴി. പഞ്ചാബ് എന്ന് ഒരു പ്ലെയിൻ സർഫേസ് ആണ്. വെറസ് അവർ ഈ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനെ മലകളിലുള്ളതാണ്, റേഞ്ചസ്, സുലൈമാൻ റേഞ്ചസ് എന്നൊക്കെ പറയും. സോ അപ്പൊ അവർ കുറെ ആൾക്കാർ ഇങ്ങനെ കുറെ ദിവസം കൊണ്ട് വന്ന് അവിടെ കൂടി നിന്നിട്ട് ഒരുമിച്ച് നിന്നിട്ടാണ് ആക്രമണം ചെയ്യുന്നത്. സോ അത് ഇവർക്ക് അറിയാൻ പറ്റില്ല. സോ അങ്ങനെ കുറെ ഒരു സമയത്ത് തന്നെ 25,000 സിഖ്സ് ആണ് കൊല്ലുന്നത്. ഈ സമയത്താണ് നമുക്ക് രാജാ രഞ്ജീത് സിംഗിനെ ഭാരതത്തിന് കിട്ടുന്നത്. സോ ഇവർക്ക് വന്നിട്ട് ഗുരുകുലിലെല്ലാം പോയിട്ട് ഇങ്ങനെ വിദ്യാഭ്യാസം നേടാനൊന്നും സമയം ഉണ്ടായിട്ടില്ല. വെറുതെ ഈ ഗുർമുഖി, അവരുടെ ഭാഷ ഗുർമുഖി, അതിന്റെ ഒരു ലിപി, ആൽഫബറ്റ്സ് മാത്രമാണ് വായിക്കുന്നത്. പക്ഷെ നല്ലതായിട്ട് ഡീപ്പ് നോളജ് എല്ലാ സബ്ജക്റ്റിലും നല്ല ഒരു അറിവ് നേടാനുള്ള ഒരു ആഗ്രഹം പിന്നെ കഴിവും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സബ്ജക്റ്റിലും അറിവ് നേടിയെടുക്കുകയാണ്. സോ ആദ്യത്തെ യുദ്ധം 10ാമത്തെ വയസ്സിലാണ്. അച്ഛന്റെ കൂടെയാണ് പോകുന്നത്. പക്ഷെ 12ാമത്തെ വയസ്സിൽ ഇനി ഒരു യുദ്ധത്തിന് പോകുമ്പോൾ അച്ഛൻ കൊല്ലപ്പെടുന്നു. പിന്നെ അമ്മയാണ് നോക്കി വളർത്തുന്നത്. സോ ഇവര് വന്നിട്ട് ഈ ദീക്ഷ കിട്ടിയിട്ടുള്ള കുട്ടിയാണല്ലോ, അമര സഞ്ചാദരിയാണ്. സോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും രാജാ രഞ്ജീത് സിംഗിനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ പലതും നടത്തപ്പെടുന്നു. ആദ്യം വന്നിട്ട് ഹഷ്മത് ഖാൻ എന്ന ഒരു ആളെയാണ് അയക്കുന്നത്. 13 വയസ്സാണ് ആ കുട്ടിക്ക്. പക്ഷെ ആ കുട്ടിയെ അങ്ങേരെ കൊല്ലുകയാണ്. അത് എല്ലാരെയും അത്ഭുതപ്പെടുത്തുന്നു. ഇങ്ങനെ പല പ്രാവശ്യം ആക്രമണം ഉണ്ടായിട്ടും രഞ്ജിത് സിംഗ് വന്ന ആൾക്കാരാണ് ഇല്ലാതാക്കുന്നത്. സോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൗമാരപ്രായം 17 വയസ്സിലാണ് ആദ്യത്തെ യുദ്ധം. സോ ഓൾവേസ് ഒരു ഡിഫൻസീവ് ഒരു മോഡിലായിരുന്നു. സോ ആദ്യം അവര് വരുന്നു, അവരെ വന്നിട്ട് തോൽപ്പിച്ച് തിരിച്ചയക്കുകയാണ്. പിന്നെ അടുത്ത കൊല്ലം വരുന്നു, തോൽപ്പിച്ച് തിരിച്ചയക്കുന്നു. പിന്നെ അമൃത്സർ എന്ന ഒരു ബാറ്റിൽ ഉണ്ടാവുന്നുണ്ട്, അഫ്ഗാൻസ് വരുന്നുണ്ട്, അതിലും അവരെ തോൽപ്പിക്കുന്നു. പിന്നെയാണ് രഞ്ജിത് സിംഗിന് തോന്നുന്നത് ഇങ്ങനെ വെറുതെ ഡിഫൻസീവ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല, നമുക്ക് ആ റീജൻസ് ഒക്കെ എടുത്ത് നമ്മുടെ ആൾക്കാരെ വെക്കുമ്പോൾ അവർക്ക് അകത്തോട്ട് വരാൻ പറ്റില്ല. അങ്ങനെ ആദ്യമായിട്ട് പിടിച്ചെടുക്കുന്നു ലാഹോർ, ഇന്നത്തെ പാകിസ്ഥാനിലുള്ള ലാഹോറിനെ പിടിച്ചെടുക്കുന്നു. ഇങ്ങനെ പയ്യെ ഓരോ സ്ഥലങ്ങളായിട്ട് പിടിച്ചെടുത്ത് ഇങ്ങനെ സിക്കിം പേര് ഉണ്ടാക്കുകയാണ്. സോ രാജ എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് വന്നിട്ട് നല്ല പൊക്കം, നല്ല ഒരു സുന്ദരനായിട്ടുള്ള രൂപമാണ് നമുക്ക് മനസ്സിൽ വരുന്നത്. പക്ഷെ രാജാ രഞ്ജീത് സിംഗ് അങ്ങനെ അല്ലായിരുന്നു. അങ്ങേര് തീരെ പൊക്കം ഇല്ല, അവർക്ക് തീരെ പൊക്കം ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ സ്മോൾ പോക്സ് ആണ് വരുന്നത്. അതുകൊണ്ട് മുഖത്ത് കുറെ പാടുകൾ. ആ സ്മോൾ പോക്സിൽ തന്നെ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ ഒരു കണ്ണും പോവുകയാണ്. പക്ഷെ എന്നാലും അവര് വന്നിട്ട് പഞ്ചാബിന്റെ രാജാവായിരുന്നു. സോ ഈ സിഖ് എംപയർ എവിടം തൊട്ടേ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? സോ ഈസ്റ്റേൺ സൈഡിൽ ലഡാക്ക്, ഇന്ന് ലഡാക്ക് നമുക്ക് ഭാരതത്തിൽ ഉണ്ടെന്ന് വെച്ചാൽ അതിന് കാരണം രാജാ രഞ്ജീത് സിംഗ് ആണ്. അല്ല എന്താന്ന് വെച്ചാൽ അത് നമുക്കറിയാം, അത് ചൈനയുടെ ബോർഡർ ആണ്. സോ അന്നും അവർ വളരെ ആക്റ്റീവ് ആയിരുന്നു. ഈ സ്ഥലം അല്ലെങ്കിൽ അവര് എടുത്തിട്ടുണ്ടാവും. പിന്നെ വന്നിട്ട് സുലൈമാൻ റേഞ്ചസ് എന്ന് പറയുന്നത് ഖൈബർ പാസ് റേഞ്ച് ഉള്ളത്, അവിടെയും ആ ഖൈബർ പാസ് വരെ എടുത്തിരുന്നു. സദേൺ ബൗണ്ടറി എന്ന് പറയുന്നത് സട്ലജ് റിവർ ആണ്. സോ സട്ലജ് റിവർ വരെ ഉള്ള സ്ഥലവും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കൊല്ലവും ഓരോ സ്ഥലങ്ങളാണ് എടുക്കുന്നത്. ലാഹോർ, അമൃത്സർ, കാംഗ്ര, ഹിമാചലിലുള്ള കാംഗ്ര, അട്ടാക്ക് എന്ന സ്ഥലം, മുൽത്താൻ ഇന്നത്തെ പഞ്ചാബ്, ഇത് പാകിസ്ഥാനിലുള്ളത്, ഈവൻ കാശ്മീർ എന്തുകൊണ്ടെന്ന് വെച്ചാൽ കാശ്മീർ ബ്രാഹ്മിൻസിന് എപ്പോഴും ഉപദ്രവം ഉണ്ടായിരുന്നു ഇവരെ കൊണ്ട്. അപ്പൊ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ റീജിയനെയും ഈ പഞ്ചാബ് പ്രോവിൻസിലേക്ക് എടുക്കുകയാണ്. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. 21ാമത്തെ വയസ്സിലാണ് മഹാരാജാവായിട്ട് ക്രൗൺ ചെയ്യപ്പെടുന്നത്. സോ ഇതൊക്കെ എങ്ങനെ ചെറു പ്രായത്തിൽ തന്നെ ഇങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റി? ബിക്കോസ് വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് സൈന്യം, നല്ല ആർമീനെ വളരെ നല്ലതായിട്ട് ചെയ്യണം എന്നുള്ളത്. സോ ഫസ്റ്റ് തിങ് വന്നിട്ട് കുറെ ഇൻഡസ്ട്രീസ്, ഈ തോക്കും അത് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടാക്കി. രഞ്ജീത് സിംഗ്ജിക്ക് വന്നിട്ട് ലോകത്തുള്ള എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. സോ ഈ നമ്മുടെ ടെക്നോളജി അവർക്ക് കൊടുക്കുകയും അവരുടെ കയ്യിൽ നിന്ന് ഓരോന്ന് പഠിച്ചെടുത്താണ് ഉണ്ടാക്കുന്നത്. ഇവിടെയുള്ള പിക്ചറിലുള്ളത് അലാഡ്, ഫ്രഞ്ച് ആളാണ്. അങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് വന്നിട്ട് വെപ്പനറി ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യുന്നത്. പിന്നീട് ഈ ആർമി എന്ന് പറയുന്നത് ഒരു കൂട്ടമായിട്ട് വെക്കാതെ അതിലും ഗ്രൂപ്പ്സ് ആയിട്ട് ഉണ്ടാക്കി. അതായത് സാധാരണ യുദ്ധത്തിന് പോകാനായിട്ടുള്ള ഫൗജി എന്ന് പറഞ്ഞ ഒരു റെഗുലർ ആർമി ഉണ്ടാക്കി. പിന്നെ ഫൗജി ഖാസ്, ഹിന്ദിയിലെ ഖാസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ. അപ്പൊ ഇങ്ങനെ വളരെ ഒരു നല്ലൊരു സ്പെഷ്യൽ ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാരനെയൊക്കെ അതിൽ വെച്ച് ട്രെയിൻ ചെയ്ത് ഒരു നല്ല കഠിനമായ യുദ്ധത്തിന് അവരെ യൂസ് ചെയ്യായിരുന്നു.
പിന്നെ എന്തും ഏത് സമയത്തും എന്തും ചെയ്യാനായിട്ട് റെഡി ആയിട്ട് ഒരു ഫോഴ്സ് വെച്ചിരുന്നു. ഈ സൈനികർക്ക് വളരെ നല്ല ഡിസിപ്ലിനും നല്ല സ്ട്രിക്റ്റ് ട്രെയിനിങ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ രഞ്ജിത് സിംഗ് മഹാരാജ ഫൈറ്റ് ചെയ്യുന്നത് മൊത്തം 47 യുദ്ധങ്ങളാണ്. അപ്പൊ ഓരോ യുദ്ധത്തിന്റെ ഡീറ്റെയിലിൽ പോണില്ല. ഈ സിഖ് എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒന്ന്, പിന്നെ അതിനെ വന്നിട്ട് കാത്തു സൂക്ഷിക്കാൻ, മറ്റുള്ള ആക്രമണങ്ങളെ തടുക്കാൻ വേണ്ടിയിട്ടും. ഓൾവേസ് ഇങ്ങനെ നെപ്പോളിയൻ ബോണപ്പാർട്ട് അവരെ പോലെ ഇങ്ങനെ കുറെ ഇങ്ങനെ എല്ലാം പിടിച്ചെടുത്ത് വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കണം, അങ്ങനത്തെയും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആക്രമണക്കാർ വരുവാണെങ്കിൽ അവരെ വന്നിട്ട് തോൽപ്പിക്കുക, പിന്നെ വന്നിട്ട് അവരുടെ ആ സ്ഥലം നമുക്ക് എടുക്കാം. അങ്ങനെയാണ് ഈ റീജൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു വന്നത്. 47 യുദ്ധങ്ങളാണ്. മിക്കവാറും 1-2 ഒഴിച്ച് എല്ലാത്തിലും മഹാരാജാവിന് തന്നെയായിരുന്നു ജയം. ഇതൊക്കെ നേടണമെങ്കിൽ സൈന്യം മാത്രം പോരാ, നല്ല ഒരു കമാൻഡേഴ്സും ആവശ്യമുണ്ട് നമുക്ക്. സോ അതിൽ വളരെ പേര് കേട്ടത് ഹരിസിംഗ് നാൽവ. നമ്മൾ അപ്പോഴും ഖൈബർ പാസ് കണ്ടു. സോ ഖൈബർ പാസിലുള്ളവർക്ക് ഭയങ്കര സിംഹസ്വപ്നമായിരുന്നു ഹരിസിംഗ് നാൽവ എന്ന് പറഞ്ഞാല്. സോ അതുകൊണ്ട് അതിനുശേഷം ഇങ്ങനെ ആ റീജൻ എടുത്തതിന് ശേഷം അഫ്ഗാന്റെ ഇൻവേഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സോ ഒരു വായിക്കുമ്പം കണ്ടു, ഈ അഫ്ഗാനിലെ അമ്മമാര് കുട്ടികളെ പേടിപ്പെടുത്തണമെങ്കിൽ 2 പേരാണ് പറയുക, മഹാരാജ രഞ്ജിത് സിംഗ് അല്ലെങ്കിൽ ഹരിസിംഗ് നാൽവ എന്നുള്ള പേരാണ്. സോ ഇൻഫാക്ട് ഇങ്ങനത്തെ സിഖ് എംപയറൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്ന ആ സമയത്ത് തന്നെ മഹാരാജാവ് എന്താ ചെയ്യണമെന്ന് വെച്ചാല്, നമ്മുടെ ഭാരതത്തിൽ നിന്ന് പലരും കട്ടുകൊണ്ട് പോയിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഉള്ള ശ്രമങ്ങൾ കുറെ നടത്തിയിട്ടുണ്ട്. ഈ കോഹിനൂർ ഡയമണ്ട് അത് വളരെ വിശേഷപ്പെട്ടതാണ്. നമുക്ക് ആന്ധ്രാപ്രദേശിൽ ഗുണ്ടൂരില് മൈൻ ചെയ്ത് എടുത്തതാണ് ആ ഡയമണ്ട്. അത് ഒരു മുഗൾ റൂളർ എടുത്തുകൊണ്ട് പോയി. സോ അത് പിന്നെ തിരിച്ചു ചോദിച്ചപ്പോൾ തന്നില്ല. പിന്നെ പക്ഷെ പൈസ കൊടുത്ത് തിരിച്ചു മേടിച്ച് നമുക്ക് ഭാരതത്തിൽ തന്നെ കൊണ്ടുവന്നു. അതുപോലെ സോംനാഥ് അമ്പലം, ഗജനി പല സ്വർണം അത് ഇതൊക്കെ കൊണ്ടുപോയത് മാത്രമല്ല, ഈവൻ അമ്പലത്തിന്റെ വാതിൽ പോലെ എടുത്തുകൊണ്ടുപോയി. സോ വാതില് ആ ചന്ദനത്തോണ്ട് ചെയ്ത വാതിലാണ്. സോ അതും കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. പിന്നെ വന്നിട്ട് കശ്മീർ. ഇന്ന് കശ്മീർ നമുക്ക് ഇന്ത്യയിൽ ഉണ്ട് എന്ന് വെച്ചാല് അത് മഹാരാജാവ് കാരണം മാത്രം തന്നെയാണ്. സോ നമുക്ക് വലിയൊരു കടപ്പാടുണ്ട്. ഇത് മാത്രമല്ലാതെ റഷ്യ പിന്നെ നെപ്പോളിയൻ, അവർക്ക് എല്ലാവർക്കും തന്നെ ഇന്ത്യ വേണമായിരുന്നു, ഇന്ത്യയിൽ ആക്രമണം ചെയ്യണമായിരുന്നു. പക്ഷെ അവർക്ക് വരാൻ പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഇടയിൽ പേർഷ്യ ഉണ്ട്. സോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ റഷ്യൻസ് നെപ്പോളിയന്റെ കൂടെ കൂട്ടുകൂടുകയാണ്. പിന്നെ പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറാൻ, ഇറാഖ്, അവിടെ ആൾക്കാരുടെ അടുത്ത് പാസേജ് അതുവഴി കടന്ന് ഇന്ത്യയിൽ എത്താനുള്ള ആ ഒരു പെർമിഷനൊക്കെ എടുത്ത് അവർ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഈ മഹാരാജാവിന്റെ ഈ 47 യുദ്ധങ്ങളും അതിന്റെ റിസൾട്ടും കണ്ടിട്ട് അവർക്ക് പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഒരു റഷ്യനും പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, മഹാരാജ രഞ്ജിത് സിംഗിന്റെ ആ ഒരു കഴിവില്ലാതിരുന്നെങ്കിലും. ഇങ്ങനെ ഇത് അല്ലാതെ ഈ സമയം കൊണ്ട് നമുക്ക് ബ്രിട്ടീഷേഴ്സ് ഓൾറെഡി എത്തിക്കഴിഞ്ഞു ഭാരതത്തില്. അവര് തെക്ക് വഴിയാണല്ലോ അകത്ത് വരുന്നത്. പിന്നെ കാൽക്കട്ടയില് നല്ലതായിട്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു, ബംഗാളില്. പക്ഷെ ഇങ്ങോട്ട് വരാനുള്ള ധൈര്യം അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടില്ല. എന്താ വെച്ചാൽ അവർക്ക് അഫ്ഗാൻ ഇൻവേഷൻസിനെ പേടിയായിരുന്നു, പിന്നെ നെപ്പോളിയൻ, പിന്നെ ഈ റഷ്യൻസിന്റെ ത്രെറ്റ് അത് അവർക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. അപ്പൊ ഇതൊക്കെ തടുത്ത് നിർത്താനുള്ള കഴിവ് രഞ്ജിത് സിംഗിന് മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ടേ പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങോട്ട് വന്നില്ല. പക്ഷെ മഹാരാജ രഞ്ജിത് സിംഗ് ഇപ്പം ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും ആക്രമണം നടത്തുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ട്രീറ്റി ഉണ്ടാക്കുകയാണ്. സട്ലേജ് റിവർ ഒരു ബൗണ്ടറി, അത് കഴിഞ്ഞിട്ട് രഞ്ജിത് സിംഗ് ഇങ്ങോട്ട് തെക്കിലോട്ട് വരാൻ പാടില്ല, ഞങ്ങളും ആ ബൗണ്ടറി കടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒരു വലിയ ഒരിത്. എന്തുകൊണ്ടെന്ന് വെച്ചാല് രഞ്ജിത് സിംഗിന് അവിടെ പോയിട്ട് യുദ്ധം വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷെ യുദ്ധം ചെയ്യുന്നതല്ല എയിം. അവർക്ക് വന്നിട്ട് ആ പ്രോവിൻസിലുള്ളവർക്ക് നല്ലൊരു സമാധാനമായിട്ടുള്ള ഒരു ജീവിതം കൊടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ അനാവശ്യമായിട്ട് യുദ്ധങ്ങളിൽ കയറിയിട്ടില്ല. സോ ഇതാണ് ടെറിട്ടറി സിഖ് എംപയർ എന്ന് പറയുന്നത്. ഇത് ഗോൾഡൻ ത്രോണ്. ബ്രിട്ടീഷേഴ്സ് അവർക്ക് ഉള്ള ഒരു ശീലം. സോ ഇതും കൊണ്ടുപോയി. ഇന്ന് നമ്മുടെ കയ്യിൽ ഇല്ല ഈ ഗോൾഡൻ ത്രോണ്. പിന്നെ ഇതാണ് കോയിൻസിൽ എടുത്ത് പറയേണ്ടത് എന്താന്ന് വെച്ചാല്, അന്ന് മഹാരാജ വന്നിട്ട് കൽസാന്റെ
ഒരു ഭാഗമായതുകൊണ്ട് എല്ലാം തന്നെ ഗുരു അങ്ങനത്തെ ഒരു അർപ്പണമാണ്. സോ ഈ കോയിൻസിൽ മഹാരാജാവിന്റെ പേരോ പടമോ ഒന്നുമേ കാണാൻ പറ്റില്ല. എല്ലാത്തിലും തന്നെ ഈ ഗുരു ഗ്രന്ഥിലുള്ള വാക്യങ്ങളും ഗുരുക്കന്മാരുടെ പേരും തന്നെ കാണപ്പെടുന്നത്. സോ ഇത്രയും വലിയ മഹാരാജാവാണ്, അവരെങ്ങനത്തെ ഒരു രാജാവായിരുന്നു അത്. അന്ന് കാലത്തെ രാജാവ് എന്ന് പറഞ്ഞാല് എല്ലാവരുടെയും അബവ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു സാധാരണ. സോ അതിന് പേരാണ് മൊനാർക്കി. മൊനാർക്കി എന്ന് പറഞ്ഞാല് നമ്മള് ഞാൻ എല്ലാവരെക്കാളും ഒരു ഹയർ ലെവലാണ്, ഞാൻ പറഞ്ഞതുപോലെ കേൾക്കണം, അങ്ങനെ കൊണ്ടുപോകണം, എങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ പല സാമ്രാജ്യങ്ങളും ഉണ്ടായിട്ടുള്ളത് ആ സമയത്ത്. പക്ഷെ ഇവർ വന്നിട്ട് ഓൾവേസ് എല്ലാവരുടെ കൂടെയും ഡിസ്കസ് ചെയ്ത് എല്ലാവരുടെ കൂടെയും ഉള്ള ഒരു ഗ്രൂപ്പായിട്ട് ടീമായിട്ട് അങ്ങനെ തന്നെ പൊക്കോണ്ടിരുന്നു. അതായത് നമ്മൾ ഈവൻ ആർമീനെ വളരെ നല്ലതായിട്ട് ഉണ്ടാക്കി എന്ന് വെച്ചാലും ഒരു ആർമീനെ ഒരിക്കലും മിസ്യൂസ് ചെയ്തിട്ടില്ല. അങ്ങേരെ ഒരു ആർമിയുടെ ഹെഡാണ്, അങ്ങനത്തെ ഇത് ആ ആർമിയിലുള്ളവർക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ വന്നിട്ട് അതിന് ഇൻ ഷോർട്ട് ഇത് പറയണെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ്. സോ ഞാൻ പറയണത് എല്ലാവരും അനുസരിച്ച് പോകണം, അങ്ങനത്തെ ഒരു ഇതില്ല. പിന്നെ അവിടെ നേരത്തെ പലരും ഉണ്ടായിരുന്നു. രാജ്പുട്സ് ഉണ്ടായിരുന്നു. രാജ്പുട്സ് എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്, പിന്നെ കാശ്മീരി ബ്രാഹ്മിൻസ് ഉണ്ട്, പിന്നെ ലഡാക്കിലുള്ളവരുണ്ട്, പിന്നെ അഫ്കോഴ്സ് ഈ വന്ന മുസ്ലിംസ് കുറെ ആൾക്കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും ആർക്കും ഈ മഹാരാജാവ് കാരണം യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എല്ലാരെയും ഒരുമിച്ച് തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അത് എപ്പോഴും പറയാത്ര എനിക്ക് ഒരു കണ്ണുള്ളത് കൊണ്ട് എല്ലാരെയും ഇങ്ങനെ ഒന്നുപോലെ നോക്കാൻ പറ്റും എന്നുള്ള കാര്യം. സോ ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ട് എല്ലാവരുടെ കൂടിയും ഇരുന്ന് ഡിസ്കഷൻ. ഇത് വന്നിട്ട് ഒരു ഫേമസ് പിക്ചർ ആണ്. ബ്രിട്ടീഷ് ഒഫീഷ്യൽസിന്റെ കൂടെ ആ സട്ലജ് ബൗണ്ടറിക്കകത്ത് ഇങ്ങനെ കടക്കാൻ പാടില്ല, നിങ്ങൾ നോർത്തിലോട്ട് വരാൻ പാടില്ല, ഞാൻ സൗത്തിൽ വരാൻ പാടില്ല എന്നുള്ള ആ ഡിസ്കഷന്റെ ഒരു ഡെപിക്ഷൻ ആണ് ഈ പിക്ചർ. പിന്നെ അത് എപ്പോഴും ത്രോണിൽ ഇരിക്കാറില്ല, അതാണ് ഒരു ഭയങ്കരമായിട്ട് മഹാരാജാവിനെ കുറിച്ച് പറയുന്നത്. ആൾക്കാരുടെ അവരുടെ ഒപ്പമാണ് ഇരുന്ന് എല്ലാ ഡിസ്കഷനും ചെയ്യുന്നത്. പിന്നെ മഹാരാജാവ് വന്നിട്ട് ഈ ഖൽസ എന്ന പേരിലാണ് റൂൾ ചെയ്തത്. അതുകൊണ്ട് അനാവശ്യമായിട്ട് ആരെയും കൊല്ലുക അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അത് എന്താ പറയണമെന്ന് വെച്ചാൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന ഒന്ന് ആ ഒരു എംപയറിൽ ഉണ്ടായിട്ടേ ഇല്ല. ഈവൻ വളരെ ക്രൂരമായ ക്രിമിനൽസ് അവർക്ക് പോലും അങ്ങനത്തെ ഒരു വിധി കൊടുത്തിട്ടേ ഇല്ല എന്നുള്ളതാണ്. സോ മെയിൻലി more than a Maharaja, he was a human. അങ്ങനെ ഒരു ഹ്യൂമാനിറ്റിയോടെയാണ് കൊണ്ടുപോയത് എന്ന് പറയും. പിന്നെ ആക്ച്വലി ഈവൻ അതിനൊരു എക്സാമ്പിൾ പറയണത് എന്താ വെച്ചാൽ ഒരു മരത്തിൽ പോലും ഒരു ബ്രാഞ്ച് അനാവശ്യമായിട്ട് മുറിച്ചിട്ടില്ല പറയും. പിന്നെ പെണ്ണുങ്ങള് എന്ന് പറഞ്ഞാൽ നല്ല ഒരു റെസ്പെക്ട്, ഇങ്ങനെ രാജാക്കന്മാർ കുറച്ച് ഒരുമാതിരി സെൻസിയസ് ആയിട്ട് അങ്ങനെയൊക്കെ കാണിക്കണം, അങ്ങനത്തെ യാതൊരു സ്വഭാവം ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് ഈ ഹിസ്റ്ററി ഒക്കെ എഴുതുന്നത് ആരായിരുന്നു? ബ്രിട്ടീഷേഴ്സ്. പിന്നെ ബ്രിട്ടീഷേഴ്സിന് ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ നിങ്ങൾ മഹാരാജാവിനെ കുറിച്ച് നോക്കാൻ പോയാൽ പല ഇങ്ങനെ കുറെ ഇതുണ്ട്, അങ്ങനെ വൈഫ്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോൾ അമ്മയാണ് നോക്കി ആദ്യം ഒരു കല്യാണം ചെയ്യിപ്പിക്കുന്നത്, ഒരു ബന്ധുവായിരുന്നു. അപ്പം അവർക്ക് ആക്ച്വലി ഈ ഫാമിലിയോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അവരങ്ങ് മാറിപ്പോവാണ്. പിന്നീട് രണ്ടാമത്തെ ഒരു കല്യാണം അമ്മ തന്നെയാണ് ചെയ്തു വെക്കുന്നത്. അവര് വളരെ വളരെ നല്ല ഒരു സപ്പോർട്ട്, ഇങ്ങനെ ഈവൻ യുദ്ധത്തിന് പോലും രാജാ രഞ്ജിത് സിംഗിന്റെ കൂടെ പോകുമായിരുന്നു. അവരുടെ മോൻ ഖറക് സിംഗ് ആണ് പിന്നീട് മഹാരാജാവിന് ശേഷം വരുന്നത്. പിന്നെ മൂന്നാമത്തെ ഭാര്യ എന്ന് പറയുന്നത്, പിന്നെ അവര് ഇങ്ങനെ ഒരു യുദ്ധത്തിൽ മരണപ്പെടുകയാണ്. പിന്നീട് മൂന്നാമത്തേതായിട്ട് ജിന്ദൻ കൗർ എന്ന ഒരു ലേഡി. ഇപ്പൊ വന്നിട്ട് ബ്ലാക്ക് പ്രിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് എല്ലാവരും മഹാരാജാവിന്റെ ഗ്രേറ്റ്നെസ് റിയലൈസ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു സിനിമയും ഇറങ്ങിയിട്ടുണ്ട് 2011 ബ്ലാക്ക് പ്രിൻസ് എന്ന് പറയുന്നത് മഹാരാജാവിന്റെ മകനെ കുറിച്ചുള്ളതാണ്, ദിലീപ് സിംഗിനെ കുറിച്ചുള്ളതാണ്. സോ ഈ ജിന്ദൻ കൗർ വന്നിട്ട് മഹാരാജാവിന് ശേഷം പിന്നെ ആക്രമണമാണ് ബ്രിട്ടീഷേഴ്സിന്റെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് 2 യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാർ ആൻഡ് സെക്കൻഡ് ആംഗ്ലോ സിഖ് വാർ. സോ അതിൽ ഈ ജിന്ദൻ കൗറിനെ വന്നിട്ട് മോൻ വന്നിട്ട് 5 വയസ്സാണ് ആ സമയത്ത്.
സോ ഈ ജിന്ദൻ കൗറിനെ പിടിച്ച് ഇങ്ങനെ ജയിലിൽ ഇതിൽ വെക്കാണ്, പ്രിസണിൽ വെക്കുകയാണ്. അവരെങ്ങനെ പ്രിസണിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ട് പിന്നെ യുദ്ധം ചെയ്യാണ്. സോ അങ്ങനത്തെ കഴിവുള്ള സ്ത്രീകളാണ്. പിന്നീട് അല്ലാതെ പല ആൾക്കാരെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഒരു രേഖകൾ നമുക്ക് കാണാൻ പറ്റും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാല് ഈ സൈന്യത്തിലുള്ള ഈ ജനറൽസ് അല്ലെങ്കിൽ നല്ല പൊസിഷനിലുള്ള ആൾക്കാർ അവർ യുദ്ധത്തിൽ മരണപ്പെടുമ്പോഴേ ആ ലേഡീസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ചാദർ എന്ന് പറയും. സോ അത് ഇട്ടിട്ട് അവരെ രഞ്ജിത് സിംഗിന്റെ പ്രൊട്ടക്ഷനിൽ കൊണ്ടുവരികയാണ്. സോ അതാണ് ആക്ച്വലി സത്യാവസ്ഥ. ഒരു വളരെ എല്ലാം കൊണ്ടും തന്നെ വളരെ ഒരു നല്ല ഒരു വ്യക്തിയായിരുന്നു. സോ നമുക്ക് ഇവിടെ പാർലമെന്റിൽ നമുക്ക് രാജാ രഞ്ജിത് സിംഗിന്റെ സ്റ്റാച്യു കാണാൻ പറ്റും. ഇത് ലണ്ടനിലുള്ളതാണ്. ഇത് ഫ്രാൻസിന്റെ കൂടെ കൊലാബറേഷൻ ഉള്ളത് കൊണ്ട് ആക്ച്വലി അവരെന്താ പറയണെന്ന് വെച്ചാൽ ഈ നമ്മുടെ യുദ്ധത്തിന്റെ ടെക്നിക്സ് അത് പലതും അവർക്ക് രഞ്ജിത് സിംഗിനെയും പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് പറയുന്നത്. ഇവൻ ഇറ്റാലി ആയാലും ഇവൻ ബ്രിട്ടൻ ആയാലും ഇവൻ ഫ്രാൻസ് ആയാലും. സോ അതുകൊണ്ട് ഫ്രാൻസില് ഇവര് മഹാരാജാവിന് വളരെ ഒരു നല്ലൊരു റെസ്പെക്ട് ഉണ്ട്. നമുക്ക് മഹാരാജാവിന്റെ സ്റ്റാച്യു അവിടെ കാണാൻ പറ്റും. പിന്നെ പൊതുവെ ആക്ച്വലി ചെറിയ കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനെയൊക്കെ ഇത്രയും വിജയം നേടാൻ കാരണം ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാല് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അങ്ങനത്തെ ഒരിക്കലും ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. സോ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇവരൊരു യുദ്ധത്തിന് പോകുമ്പോൾ ഇതാണ് കാബൂൾ റിവർ, പാകിസ്ഥാനിലുള്ളതാണ്. വളരെ ഫെറോഷ്യസ് ആയിട്ടുള്ള ഒരു റിവറാണ്. അപ്പോൾ ആർമിയുടെ ഒരു സൈന്യത്തിന്റെ കൂടെ വരുമ്പോഴേ അത് കടക്കാൻ ആശയുണ്ടായിരുന്നു. പക്ഷെ വളരെ ഫിയേഴ്സ് ആയിട്ട് ആ റിവർ ഉള്ളത് കൊണ്ട് ജനറൽസ് ഒക്കെ പറയണ നമുക്കിത് ഇനി കടക്കാൻ പറ്റില്ല. ഹിന്ദിയിൽ അട്ടക്ക് എന്ന് പറഞ്ഞാല് ഒരു ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് എന്ന് പറയും. സോ ഇത് വന്നിട്ട് ഒരു അട്ടക്കാണ് എന്ന് പറയുന്നത്. അപ്പം രാജാവ് പറയണത്ര അട്ടക്ക് വന്നിട്ട് നമ്മുടെ മനസ്സിലാണ്, നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് അത് കടക്കുന്നു, പിന്നെ മൊത്ത സൈന്യം അത് കടക്കുന്നു എന്നുള്ളതാണ്. സിഖിസത്തില് വളരെ ഫോളോ ചെയ്തിരുന്ന ഒരു മഹാരാജാവാണ് രഞ്ജിത് സിംഗ്. എപ്പോഴും ഈ ഹർമന്ദർ സാഹിബ്, നമ്മൾ ഇന്ന് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്ന അമൃത്സറിലുള്ളതാണ്. സോ അവിടെ വന്നിട്ട് എല്ലാ അമാവാസ്യ ദിവസവും പോയി തൊഴുതുണ്ടാവും. പിന്നെ സംക്രാന്തി കൊല്ലത്തിൽ ഒരിക്കല് സംക്രാന്തിയിൽ പോവും. പിന്നെ ബൈസാഖി നമ്മുടെ വിഷുയുടെ ദിവസം വന്ന് തീർച്ചയായിട്ടും പോയി ഉണ്ടാവും അത്ര. പിന്നെ ദിവാലി അവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ തുലാഭാരം എപ്പോഴും തുലാഭാരം നടത്തിയിരുന്നു. പിന്നെ ഈ അമ്പലം ഇങ്ങനെ ഫുള്ളായിട്ട് പുതുക്കിയെടുത്ത് മൊത്തം ഒരു ഗോൾഡൻ ടെമ്പിൾ ആയിട്ട് സ്വർണം കൊണ്ട് ചെയ്തത് മഹാരാജാ രഞ്ജിത് സിംഗ് ആണ്. സോ എപ്പോഴും ഗുരുക്കന്മാരെ ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. സോ ഈ രാജാവ് പട്ടിയും ഗുരുക്കന്മാരാണ് ഗുരു എന്നുള്ള ഒരു രീതിയിലാണ് പോയിരുന്നത്. സോ സർക്കാരി ഖൽസ നമുക്ക് ഇവിടെ വന്നിട്ട് തിരുവനന്തപുരത്ത് ഉള്ള രാജാക്കന്മാര് അനന്ത പത്മനാഭ സ്വാമിയാണ് റൂളർ എന്ന് പറഞ്ഞ് നമ്മള് പത്മനാഭന്റെ ദാസനാണ് എന്ന റൂളിൽ പോയതുപോലെ തന്നെയാണ് മഹാരാജാവും ഈ രാജ്യം നടത്തിക്കൊണ്ടുപോയിരുന്നത്. സോ വാഹേ ഗുരുജിക്ക് ഖൽസ അത് എപ്പോഴും അത് അനുസരിച്ചിരുന്നു, ഒന്നും അവരുടെ അല്ല എന്നുള്ളത്. പിന്നെ കാശി, ഇപ്പോഴ് നമ്മള് കുറെ ആൾക്കാര് പിന്നെയും ഒരു യാത്ര നടത്തിയിട്ടുള്ള ഒരു സ്ഥലം. സോ കാശിയില് ഈ ആക്രമണം ഈ അമ്പലം തരാതെ ഇരുന്നു. അപ്പൊ ആ സമയത്ത് രഞ്ജിത് സിംഗ് എന്താ പറഞ്ഞെന്ന് വെച്ചാല് ആ സ്ഥലം മൊത്തം സർവേ ചെയ്തിട്ട് ഞാൻ പൈസ കൊടുത്ത് മേടിക്കാം, നമുക്ക് വെറുതെ വിട്ടു തരണ്ട, പൈസ കൊടുത്ത് മേടിക്കാം എന്നാണ് പറയുന്നത്. പലരും ശ്രമിച്ചിട്ടുണ്ട്, അതിൽ രഞ്ജിത് സിംഗിന്റെ കോൺട്രിബ്യൂഷൻ അതായിരുന്നു. പിന്നീട് അഹല്യാബായി ഹോൾക്കർ ആണ് ഇല്ല നമുക്ക് ഉള്ള സ്ഥലത്ത് നമുക്ക് അമ്പലം കെട്ടിയെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അഹല്യാബായി ഹോൾക്കർ കെട്ടിയപ്പോഴേ ഫുള്ളായി നമ്മൾ ഇന്നും കാണുന്ന സ്വർണം അത് 1 ടൺ ഗോൾഡ് ആണ്. അത് കൊടുത്തിട്ടുള്ളത് മഹാരാജാ രഞ്ജിത് സിംഗ് ആണ്. പിന്നെ ജ്വാലാമുഖി ടെമ്പിൾ ജമ്മുവിൽ പോയിട്ടുള്ള ഇത് ഹിമാചലിൽ പോയിട്ടുള്ളവര് അവിടെ വന്നിട്ട് ദേവി വന്നിട്ട് ഒരു ജ്വാലയായിട്ട് തന്നെ ഇരിക്കുന്നത്. ആ അമ്പലത്തിനും കുറെ സ്വർണവും ഇങ്ങനെ പിന്നെ 2 സ്വർണ്ണ കൊടകളുണ്ട്, അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ അവർ കട്ടുകൊണ്ടുപോയ ഓരോ സാധനങ്ങൾ അതൊക്കെ കൊണ്ടുവരാനുള്ള കുറെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ കോഹിനൂർ ഡയമണ്ട് പിന്നെ നമ്മൾ മേടിച്ച് പിന്നെ മഹാരാജാവിന്റെ കയ്യിൽ തന്നെയായിരുന്നു. സോ അത് വന്നിട്ട് എങ്ങനെയെങ്കിലും ജഗന്നാഥ് അമ്പലത്തില്
എത്തിക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷെ ആ കോഹിനൂർ ഡയമണ്ടിനെ വന്നിട്ട് ബ്രിട്ടീഷേഴ്സ് കൊണ്ടുപോയി. അത് കൊണ്ടുപോയിട്ട് ഇവർ ആംലെറ്റ് ആയിട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത്, കയ്യിലാണ് ഇട്ടുകൊണ്ടിരുന്നത് രഞ്ജിത് സിംഗ് ജി. അതിനെ വന്നിട്ട് പിരിച്ചെടുത്ത് അവർ ഫുള്ളായിട്ട് ക്രൗണിൽ വെച്ചിട്ടുണ്ട്, അത് കാണാൻ പറ്റും. ഇത് വന്നിട്ട് ഇതാണ് ലോകത്തിലെ വെച്ച് ഏറ്റവും ലാർജസ്റ്റ് ഡയമണ്ട് എന്ന് പറയും. ഇത് അതായത് കട്ടൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ സൈസ്. ഇതിന് പേര് ആക്ച്വലി മൗണ്ടൻ ഓഫ് ലൈറ്റ് ആണ്. സോ ഇത് വന്നിട്ട് അത് എത്തിക്കാൻ പറ്റിയിട്ടില്ല, ജഗന്നാഥ് അമ്പലത്തിൽ എത്തിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മുസ്ലിംസും പഞ്ചാബ് പ്രോവിൻസിൽ ഉണ്ടായിരുന്നല്ലോ, അവർക്ക് വേണ്ടി ഇഷ്ടം പോലെ മോസ്കുകൾ അവർക്ക് ആഗ്രഹമുള്ള സ്ഥലത്തൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവസാനത്തെ യാത്ര എന്ന് പറയുന്ന ഒരു സ്കെച്ച്. മരിക്കുന്നത് ലാഹോറിൽ വെച്ചാണ്, 59ാമത്തെ വയസ്സിലാണ്. എവിടെ ആദ്യം ആക്രമിച്ച ആ ലാഹോർ, അവിടെ വെച്ച് തന്നെ ആ ദിവസത്താണ് അവര് ഇങ്ങനെ മരണപ്പെടുന്നത്. അവിടെ വന്നിട്ട് ഇവർക്ക് സമാധി എല്ലാം ഉണ്ട്, പക്ഷെ ഇന്ന് നമുക്ക് അത് കാണാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് പാകിസ്ഥാനിൽ ആയിപ്പോയി. സോ അന്ന് ഈ മഹാറാണി ഇവരുടെ ഒപ്പം ഇത് സതി ചെയ്തു എന്നുള്ളതാണ്. ഇത് അവരുടെ മൃത്യുദേഹം പോണ ഒരു സ്കെച്ചാണ്. സോ നമുക്ക് ആക്ച്വലി ഈ പല കാര്യങ്ങളും നമുക്ക് ഹിസ്റ്ററി ബുക്സിൽ കിട്ടിയിട്ടില്ല. പക്ഷെ ഈ ഭാരതത്തിന്റെ ഇത്രയും ഈ പഞ്ചാബ് റീജൻ, കശ്മീർ, ലഡാക്ക് എല്ലാം നമുക്ക് ഉള്ളതും, പിന്നെ നമ്മുടെ കൾച്ചർ, ഇൻഫാക്ട് കാശ്മീരീസ് തന്നെ ഇല്ലാതായിട്ടുണ്ടാവും. സോ അതാണ്, കാശ്മീരാണ് നമുക്ക് ഭാരതത്തിന്റെ മെയിൻ കൾച്ചറൽ സെന്റർ ആയിട്ടിരുന്നത്. സോ അതൊക്കെ ഇന്ന് ഉണ്ടെന്ന് വെച്ചാല് മഹാരാജ രഞ്ജിത് സിംഗ് മാത്രമാണ് കാരണം. അത് ഇപ്പോഴും എല്ലാവരും റിയലൈസ് ചെയ്യുന്നത്. ഹരിയും ഹരിയും മനീഷന് ഹരിയും ഹരിയും വളരെ നല്ല രീതിയിൽ ഈ ബയോടെക് ഭൗതിക്ക് അവതരിപ്പിച്ച മാലാഖയ്ക്ക് അഭിനന്ദനങ്ങൾ. നന്ദി. രാജാ രഞ്ജിത് സിംഗിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാനുണ്ടായത്, അങ്ങനെ കുറെ നല്ല അറിവുകൾ തന്നിരിക്കുന്നു. എല്ലാവർക്കും നമുക്ക് നമ്മുടെ പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്താത്ത രാജാക്കന്മാരെ കുറിച്ച് ഇങ്ങനെയൊക്കെ അറിയാൻ സാധിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഈ കോഹിനൂർ ഡയമണ്ടും ഈ പഞ്ചാബും നമ്മുടെ ഈ കാശ്മീർ, ലഡാക്കൊക്കെ കിട്ടുന്നത് ഈ രഞ്ജിത് സിംഗ് കാരണം കൊണ്ടാണെന്നൊക്കെ അറിയുന്നത് തന്നെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം അത് എല്ലാവരെയും അറിയിച്ചതിന് വളരെ നന്ദി. ഹരിയും.